സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം, സതീഷിന് ചെറിയച്ചോട് അത്രയ്ക്ക് സ്നേഹം പറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ചൻ കൊണ്ട് ഒളിച്ചോടി പോവാനും മൂപ്പർ റെഡിയാ. ചെറിയച്ചി ചെന്നാലുടനെ ആ തള്ളെങ്ങാനും ഇത് വാങ്ങി അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ, എന്നെ സതീഷിന്റെ കാര്യം പോക്കാ. കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി, ഇനിയിപ്പോ സന്ധ്യയ്ക്കും 25,000 ഉറപ്പിക. മുറ്റത്തി ഒന്ന് മാനത്തോക്കി കിടന്ന നോട്ടുമഴ പെയ്ക്കോ ഈശ്വരന്മാര്? അല്ല, അങ്ങനെ ആശ നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ? ഇവിടെ തള്ളക്ക് കൊടുക്ക്, കല്യാണം മുടങ്ങണ്ട. 30 ഉണ്ട്, 25,000 കൊടുക്കണ്ടു. ബാക്കി കയ്യിൽ വയ്ക്ക്, ആവശ്യമുണ്ടാവും. ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച് അവളാച്ചോട് എന്നെ വാങ്ങി. സന്തോഷത്തോടെ തന്നെയാ തരണത്. ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനമല്ലോ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അനീപ്പ ചെയ്യണത്. ആരോട് ചോദിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്? $50,000 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? എവിടുന്ന് കട്ടുകൊണ്ടെന്നു എന്റെ മറ്റവൻ? ഇത്രയും പണ്ടോ പോണം? എന്താത്? എല്ലാവരും പണിയൊക്കെ നിർത്തി. ദാ കണ്ടില്ലേ, ആ ആങ്ങളച്ചക്കം വന്ന് കാട്ടിയതാ. അകത്തും നിന്ന് ബഹളം ഉണ്ടാക്കിട്ടത്. ഗോപി വന്ന് താവാന്ന് കരുതിയിരുന്നതാ. എന്താ എന്താ ഉണ്ടായത്? അവൻ വന്ന് പണ്ടൊക്കെ എടുത്തോണ്ടേ ഗോപി. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല എനിക്ക്. പോലീസിൽ അറിയിച്ചല്ലോ ഗോപി. ആ തള്ളയുടെ കാശ് കൊടുത്തപ്പോ ഒക്കെ മങ്ങി പോന്ന് കരുതിയതാ. ഇനി ആ സതീഷിനോട് ഞാൻ എന്താ പറയണ്ടേ ഈശ്വര? എങ്ങോട്ടും പോയിട്ടുണ്ടാവാ? അറിയില്ല. ആ രഘു വരണുണ്ട് ഈ വഴിക്ക്. ഏത് ഭരതമാഷ മോൻ രഘുവാ? ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. കടവിലിക്കാൻ തോന്നുന്നു. നേരെ പോണ കണ്ടു. ആളുണ്ട്. അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അത് കൊണ്ടുപോകരുത്. നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം അത്. ഒരു കുടുംബത്തിന് മുഴുവൻ കണ്ണീരുണ്ടതില്. അത് ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. അത് കൊണ്ടുപോകരുത്.
ഒരു വളം ഒഴിച്ച് അത് സാരമില്ല. തൽക്കാലം ഇച്ചിട്ടൊരു വളം എടുക്കാം. എന്താ എന്തുണ്ടായേ? കൊണ്ടുപോയി മുത്തശ്ശി കൊടുക്ക്. മുത്തശ്ശൻ ചെറിയച്ചാക്ക് വിഷമിച്ചിരിക്കല്ലേ? പറയേ, എന്നോട് പറയേ, എന്തുണ്ടായേ? എന്തുണ്ടായേ? കൊന്നു, ഞാൻ കൊന്നു. കൊന്നെനിക്ക് ആരും കണ്ടിട്ടില്ല. പാടത്ത് ചെളിയിൽ വെച്ച വരമ്പത്തോടെ പൂത വരണ്ടായിരുന്നു. വലിച്ചുകൊണ്ടുപോയി പാർവതിക്കാവിന്റെ പിന്നുള്ള പൊട്ടക്കിട്ടിട്ടു.
ആരും കണ്ടില്ല, ആരും അറിയാനും പോണില്ല. നാളെ കല്യാണം നടക്കണം. അത് കഴിയണവരെങ്കിലും ആരും ഒന്നും അറിയാൻ പാടില്ല. എങ്ങനെ കിട്ടിയെന്ന് മുത്തശ്ശിയും ചെറിയച്ചും ചോദിച്ച എന്തെങ്കിലും നുണ പറഞ്ഞേക്കണം. പെണ്ണ് എവിടെ പോയി കിടക്കുക? മുത്തശ്ശി ചെല്ലേ, കരയാണ്ട് ചെല്ലേ. കരഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് ചെറിയച്ചിട്ട് കല്യാണം നടക്കാതെ വരരുത്. ചെല്ലേ, ഞാൻ വന്നോളാം. വാ. നീ എവിടെയായിരുന്നു കുറെ നേരമായിട്ട്? ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. നിനക്കെന്താ ഒരു ഉത്സാഹക്കുറവ് പോലെ? ഏയ്, ഞാനിതൊന്ന് കഴിയണവരെ ഒരു ടെൻഷൻ. ഇനി എന്ത് ടെൻഷൻ? ഒക്കെ റെഡിയല്ലേ? ചെക്കൻ ഇപ്പൊ എത്തും. അധികാരിയെ വിളിക്കാൻ കാറ് പോണം. ടൈലർ ടാക്സി വിളിച്ചിട്ട് അത് വരുന്നത് പോവാ. ഞാൻ പ്രത്യേകം വിളിച്ചിട്ടാ മൂപ്പര് വരണ. കാറ് കൊണ്ടില്ലാണ്ട് മൂപ്പര് വരില്ല. ഇങ്ങോട്ട് കാറ് കയറില്ലല്ലോ. ഒരു പല്ലക്കാരിക്ക് സൗകര്യം. 4 ആളെയും കൂട്ടാം, ചുമന്നിട്ട് വരാം. പാലത്തിന്റെ ഇപ്പം വരെ കാറ് വരുമല്ലോ. പിന്നീട് നടന്നോളൂ അധികാരി. വരിക. അമ്മ വന്നില്ലേ? വരുന്നുണ്ട്. അല്ലടോ അയൽക്കാരാ, നാഗസ്വരം വായിക്കാൻ ആരെയാ വിളിച്ചിരിക്കണേ? അപ്പു ചെട്ടിയാരായിരുന്നു ഈ വായിക്കുന്നത്. കാണാൻ തന്നെ ഒരു കലയായിരുന്നു. കാശിത്തിരി അധികം കൊടുക്കണം. കച്ചേരിയല്ല, കല്യാണാണ് ഇവിടെ നടക്കുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഓ, ഇയാളെ ടാക്സി വിളിക്കാൻ പോയില്ലേ? സദ്യ ഗംഭീരാക്കണേ. വേഷായി ദേഹണത്തിന് കൃഷ്ണൻകുട്ടിയോ? ഇയാള് സാമ്പാർ വെച്ചാൽ നാക്കില് വെക്കാൻ പറ്റുമോ? ആ തിരുവില്ലാമല ശങ്കരംഭ്രാന്തിരായിരുന്നെങ്കിൽ കാശിത്തിരി ജാസ്തിയാവുന്നുള്ളൂ. സദ്യ പൊടി പൊടിക്കും. ഇന്നാള് രാഘവൻ നായരുടെ ചെക്കന്റെ കല്യാണത്തിന് ഇമ്രാന്തിരുടെ സദ്യവട്ടം ഇപ്പോഴും ആവുന്നു പോയിട്ടില്ല. ഇയാള് ടാക്സി വിളിക്കാൻ പോയില്ലേ? അപ്പോഴേ ഒന്നിട്ട് വന്നേ. ഇനി ചെക്കൻ ചിലപ്പോ വരുണ്ടാവില്ല എന്ന് വെക്കാ. അല്ല, അങ്ങനെ സംഭവിക്കായില്ലല്ലോ. പകരത്തിന് വേറൊരാളെ കണ്ടു വെച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞോളൂ. അതെ അച്ഛനാരെ അറിഞ്ഞോ? നമ്മുടെ പാർവതിക്കാവിന്റെ പിന്നാമ്പുറത്തുള്ള പൊട്ടക്കിണറ്റിലെ ഒരു ശവം കിടക്കണം സാർ. അവിടെ നിറയെ കൂടിയിട്ടുണ്ട്. ആരാപ്പത് പാർവതിക്കാവിലെ പൊട്ടക്കിണറ്റിൽ ചാടിച്ചത്തത്? ചാടിച്ചത്തതോ അതോ കൊന്നിട്ട് കൊണ്ടിട്ടതോ ആർക്കറിയാം. ഒക്കെ ഭംഗിയായിട്ട് നടക്കും. ഒന്നുണ്ടാവില്ല, അതറിയരുത്. ചെറിയ ചുരുങ്ങുന്നുണ്ടെന്ന് പോയി നോക്ക്. അവര് വന്ന് എത്രയും പെട്ടെന്ന് ചടങ്ങ് തീർക്കണം. ആരും ഒന്നും അറിയണ്ട. നീ ഇവിടെ നിൽക്കുക. ഭാരതി അന്വേഷിക്കണ്ടായിരുന്നു തന്നെ. അഞ്ജലി, മുല്ലപ്പൂ എവിടെ വെച്ചിരിക്കുന്നത്? അതും കൂടെ എടുത്തോളൂ. മുല്ലപ്പൂ അത് വാങ്ങിപ്പിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്നോട്. മറന്നോ? മറന്നിട്ടില്ല. ഈ പെണ്ണിന് എന്താ പറ്റിയത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.